ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ പ്രഭാതവചനത്തിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 24 മാർച്ച് 2026, 24ാമത്തെ ദിവസമാണ് ഈ മാസത്തിലേത്. ഈ വർഷത്തിലെ 83ാമത്തെ ദിവസം. ഇന്ന് എപ്പിസോഡ് 454ാമത്തേതാണ്. ഇന്നലെ ഇട്ടത് എപ്പിസോഡ് 453 ആണ്. ഇന്നത്തെ ചിന്താവിഷയം എന്താണ് ഗുരുഭക്തി? എന്താണ് ഗുരുഭക്തി? വലിയ നോമ്പിലെ 38ാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് നോക്കാം ഗുരുഭക്തി എന്ത് ആണ് എന്ന്. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തമസ് അകറ്റുന്നവൻ എന്നാണ്. ഗു ഇരുട്ടാണ്, രു അതിനെ നിരോധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെളിച്ചം പകരുവാൻ കഴിയുന്നവനാണ് ഗുരു. മാതൃദേവോ ഭവ, പൃഥുദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്നാണ് പ്രമാണം. മാതാവും പിതാവും ഗുരുവും തുല്യരാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മെ ഓരോരുത്തരെയും രൂപപ്പെടുത്തുന്നതിൽ ഗുരുക്കന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ പഴയ ഗുരുശിഷ്യ ബന്ധം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. പണ്ട് ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഗുരുവിൻ്റെ ഗൃഹത്തിൽ താമസിച്ച് ഗുരുവിന് ശുശ്രൂഷകൾ ചെയ്ത് വിദ്യ നേടുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന്. വിദ്യ പൂർത്തിയായതിനു ശേഷം ഗുരുവിന് ദക്ഷിണ കൊടുത്ത് അവിടെ നിന്നും സ്വഭവനത്തിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഗുരുവിനെ ദൈവ തുല്യമായിരുന്നു കണ്ടിരുന്നത്. ഗുരുക്കന്മാരും അവർ മാതൃകാ പുരുഷന്മാരായിരുന്നു. എന്ത് അവർ പഠിപ്പിച്ചുവോ, എന്തവർ പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്തതോ അതിന് യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. അതായത് അവരെന്ത് പഠിപ്പിച്ചുവോ അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ജീവിതവും. അതുകൊണ്ട് ഗുരുക്കന്മാർക്ക് ഒരുപാട് വന്ദനം, അവരെ ബഹുമാനിച്ചിരുന്നു എന്നതിന് രണ്ട് അഭിപ്രായമുണ്ടാകുകയില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ചില അധ്യാപകരെങ്കിലും അത്ര വിശ്വസനീയമല്ലാത്തതിനാൽ, മാതൃക അല്ലാത്തതിനാൽ അവരുടെ ആ ഗുരു ശിഷ്യബന്ധത്തിന് അല്പം വ്യത്യാസം സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളതായ ഉത്തമ ഗുരുക്കളിൽ യേശുക്രിസ്തുവിനെ കഴിഞ്ഞും വലിയ ഒരു ഗുരുവിനെ നമുക്കാർക്കും കാണുവാൻ സാധിച്ചിട്ടില്ല. ഒരു ശ്രേഷ്ഠ ഗുരുവിന് വേണ്ട എല്ലാ ഗുണങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ഗുരു വിജ്ഞാനദാഹിയായിരിക്കണം. നാം ഓരോരുത്തരും യേശു ഉപദേഷ്ടാക്കളുടെ നടുവിലിരുന്ന് ഉപദേശം ശ്രവിക്കുമായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ ജ്ഞാനികളുടെ മധ്യത്തിലിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ബാലനായ യേശുവിനെ നാം കാണുന്നുണ്ടല്ലോ. ഗുരു ആധികാരികമായി സംസാരിക്കുവാൻ ശ്രേഷ്ഠ ആയിരിക്കണം, അതിനുള്ള ശേഷിയുള്ളവനായിരിക്കണം, അതിനുള്ള നോളജ് ഉള്ള വ്യക്തി ആയിരിക്കണം. ആധികാരികമായി സംസാരിക്കുവാൻ ശേഷിയുള്ളവനെയാണ് ഗുരു എന്ന് പറയുന്നത്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 29 പ്രകാരം പറയുന്നു, യേശു അധികാരമുള്ളവനായിട്ടത്രേ അവരോട് ഉപദേശിച്ചത് എന്ന് പറയുന്നു. അവൻ മനസ്സലിവുള്ളവനായിരുന്നു. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നവനും കരയുന്നവരോട് കരയുന്നവനും കഷ്ടപ്പെടുന്നവരോട് ആർദ്രതയോടെ ഇടപെടുന്നവനും ആയിരുന്നു നമ്മുടെ കർത്താവ്. അതായിരുന്നു അവൻ്റെ ശ്രേഷ്ഠ ഗുരുത്വത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണവും. സൗമ്യതയും താഴായ്മയും യേശു എന്ന ഗുരുവിന് ഭൂഷണമായിരുന്നു. പഠിതാക്കളെ ആഴത്തിൽ ക്രിസ്തു സ്നേഹിച്ചിരുന്നു. ആരെയും വേർത്തില്ല, തള്ളിക്കളഞ്ഞില്ല. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനുമാകുന്നുവെന്ന് ജനങ്ങൾ ഉത്തമ സാക്ഷ്യം പറഞ്ഞു. തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവനായിരുന്നു ആ ഉത്തമ ഗുരുനാഥൻ. ശിഷ്യത്വത്തിന് പുതിയ മാനം നൽകിയവനായിരുന്നു ക്രിസ്തു. മുഴുവനും സമയം അദ്ദേഹം ചുങ്കക്കാരോടൊപ്പവും രോഗികളോടൊപ്പവും ഉക്കന്മാരോടൊപ്പവും പാപികളോടൊപ്പവും അവൻ്റെ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ അവരോട്
നല്ല ഉപദേശം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അവൻ്റെ സംസാരത്തിൽ നിന്നും അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ആ 4 സുവിശേഷം വായിച്ച് ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഗുരുവിൻ്റെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഗുരുവിൻ്റെ യഥാർത്ഥ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ ഗുരുവിനോടുള്ള ഭക്തി നമുക്ക് ഉണ്ടാകുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം നാം വായിക്കുമ്പോൾ അതിലെപ്പോഴും യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന്. അതുപോലെ നാം നമ്മുടെ ആ ഗുരുവിനെ നമ്മുടെ രക്ഷിതാവായി കണ്ടുകൊണ്ട് നാം എപ്പോഴും അവനെ അപ്രകാരം സ്വീകരിക്കുന്നുവെങ്കിൽ ആ ഗുരുഭക്തി നമുക്ക് അവൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവനിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈ വലിയ നോമ്പ് ഒരു കാരണമായി തീരട്ടെ. 38ാമത്തെ ദിവസമായ ഇന്ന് എങ്കിലും നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പുറകെ ഓടുന്നവർ ഒരു കാരണവശാലും ഗുരുഭക്തി തിരിച്ചറിയുകയില്ല. ആ ഗുരുഭക്തി അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ നോമ്പുകാലം അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് ആ ഗുരുവിൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഭക്തിയോടുകൂടി ആദരവോടുകൂടി ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും നല്ല വർത്തമാനം മാത്രം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ നോമ്പ് നമുക്ക് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരുകയും അത് ഉയർപ്പിൻ്റെ അന്ന് നമുക്ക് ഒരു ആത്മീയ സന്തോഷമുണ്ടാകുകയും ചെയ്യും എന്നതിന് യാതൊരു സംശയവും ഉണ്ടാകുകയില്ല. പരിശുദ്ധനായ പരമല തിരുമേനിയെയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെയും ഒക്കെ നാം അവരുടെ ജീവിത ശൈലിയെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരൊക്കെയും ഗുരുവിനെ ശരിക്കും മനസ്സിലാക്കി, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലാക്കി ആ ഭക്തിയിൽ ജീവിച്ചവരാണ്. ആയതിനാൽ അവരുടെ ഓരോരുത്തരുടെയും മധ്യസ്ഥതയിൽ ഇപ്പോൾ നമ്മൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിനായി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നാം നമ്മെ തന്നെ നമ്മുടെ ഗുരുവിൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ നോമ്പ് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.